ലിറ്റിൽ ഫാമിലി വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഡെലിവറിക്ക് ശേഷം സ്ത്രീകൾ പെട്ടെന്ന് തന്നെ പഴയൊരു ബോഡി ഷേപ്പിലേക്ക് തിരിച്ചു വരണം, ബൗൺസ് ബാക്ക് എന്നൊരു മിഥ്യാധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. പലപ്പോഴും ഡോക്ടേഴ്സൊക്കെ നമ്മളോട് പറയുന്നത് പ്രസവാനന്തരമുള്ള ആദ്യത്തെ ഒരു 6 വീക്സ് ആണ് നമ്മൾ ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന്. എന്നാൽ ഈ ധാരണകളൊക്കെ തികച്ചും തെറ്റാണെന്നും കാര്യങ്ങൾ ഇത്രയൊന്നും ഈസി അല്ലെന്നും നമ്മുടെ മോഡേൺ റിസർച്ചസ് വ്യക്തമാക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ബോഡിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ ഒരു 9 മന്ത്സിൽ. ഗർഭധാരണം എന്നത് സ്ത്രീയുടെ ശരീരത്തിലെ ഒട്ടുമിക്ക സംവിധാനങ്ങളെയും അടിമുടി ഒന്ന് ചേഞ്ച് ആക്കുന്ന ഒരു പ്രോസസ്സാണ്. ഹോർമോൺസ്, പിന്നെ നമ്മുടെ മെറ്റബോളിസം, രോഗപ്രതിരോധ ശേഷി, നമ്മുടെ അസ്ഥികൂടത്തിൻ്റെ ഒരു ഘടന, നമ്മുടെ മെറ്റബോളിസം, നമ്മുടെ ഇമ്മ്യൂണിറ്റി, പിന്നീട് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം എന്നിവയിലെല്ലാം വലിയ വലിയ ചേഞ്ചസ് ആണ് ഈ 9 മന്ത്സിലൂടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രസവശേഷം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലൊന്നും ഇവ പഴയ രീതിയിൽ എത്തുന്നില്ല. അങ്ങനെ ഒരു പ്രതീക്ഷ തന്നെ നമുക്ക് വേണ്ട. സെക്കൻഡ്, നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. ശാരീരിക മാറ്റങ്ങൾ മാത്രമല്ല, ഗർഭകാലത്ത് സ്ത്രീയുടെ തലച്ചോറിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. കുഞ്ഞിനെ നമ്മൾ പരിപാലിക്കാനുള്ള ഒരു സഹാനുഭൂതിയും വൈകാരികമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യലും കുഞ്ഞുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സ്ഥാപിക്കലും ഇതൊക്കെ തലച്ചോറിൻ്റെ പല സ്റ്റേജസിലാണ് ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. ഈ ചേഞ്ചസ് ഒക്കെ നമ്മുടെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് പ്രസവശേഷം നമ്മുടെ തലച്ചോറ് വീണ്ടും ഇതിൻ്റെ ഒരു സസ്റ്റൈനബിലിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് ഒത്തിരി ടൈമും അതുപോലെ റെസ്റ്റും നമുക്ക് ആവശ്യമാണ്. മൂന്നാമത്തേത് നമ്മുടെ സമൂഹത്തിൻ്റെ തെറ്റായിട്ടുള്ള കുറേ പ്രതീക്ഷകളാണ്. പ്രസവിച്ച ഉടനെ തന്നെ സ്ത്രീകൾ പഴയ പോലെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു തിരിച്ചുവരവിലേക്കാണ് നമ്മുടെ സമൂഹം പ്രതീക്ഷിക്കുന്നത്. ഇതുമൂലം പല സ്ത്രീകളും തങ്ങളുടെ ക്ഷീണവും നമ്മുടെ ഒരു ചിന്തകളും നമ്മുടെ വൈകാരികമായിട്ടുള്ള ഇമോഷൻസും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ടും അവരൊരു സ്ലോ ആണ് അല്ലെങ്കിൽ അവരൊരു പരാജയമാണ് എന്നൊക്കെയുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നു. സത്യം പറഞ്ഞാൽ ഇവയൊക്കെ തികച്ചും നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ശരീരത്തിൻ്റെ പ്രക്രിയയുടെ ഒരു ഭാഗമാണ്. ഈ തെറ്റിദ്ധാരണ കാരണം ഏറ്റവും കൂടുതൽ പിന്തുണയും പരിചരണവും ആവശ്യമുള്ള ഈ ഒരു ഒറ്റഘട്ടത്തിൽ സ്ത്രീകൾക്ക് അതൊന്നും ലഭിക്കാതെയാണ് പോകുന്നത്. ഫോർത്ത് വൺ, നമുക്ക് വേണ്ടത് ക്ഷമയും അതുപോലെ പരിചരണവുമാണ്. പോസ്റ്റ്മോർട്ടം റിക്കവറി എന്നത് ദീർഘമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. മാതൃത്വം എന്നത് ജീവിതത്തിലെ ഒരു താൽക്കാലിക ഇടവേളയല്ല, മറിച്ച് നമ്മൾക്ക് ആഴത്തിലുള്ള ഒരു ജൈവിക മാറ്റമാണ്. ഈ തിരിച്ചറിവ് വ്യക്തികൾക്കും സമൂഹത്തിനും ഉണ്ടാകണം. പ്രസവശേഷമുള്ള നമ്മുടെ ഒരു ഹീലിംഗ് അതിൻ്റേതായിട്ടുള്ള സമയമെടുത്തേ നടക്കത്തുള്ളൂ. അതിന് നമുക്ക് വേണ്ടത് ക്ഷമ, പിന്നെ സ്നേഹത്തോടെയുള്ളൊരു പരിചരണം, ബഹുമാനവും ആവശ്യമാണെന്ന് നാം എല്ലാവരും ഓർക്കണം. ഏകദേശം പറഞ്ഞാൽ ആഫ്റ്റർ ഡെലിവറി ഒരു സ്ത്രീയുടെ ശരീരം പഴയപടിയാകാൻ ഏകദേശം 2 വർഷത്തോളം എടുക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.